എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവകാരനായിട്ടുള്ള കുടുംബനാഥൻ അച്ഛൻ അവരെയൊക്കെ സിനിമകളിൽ സീരിയലുകളിലൊക്കെ കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകളുടെ വർണ്ണനകളിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന സമയത്ത് എപ്പോഴും എടുത്തിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അച്ഛൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം വാർത്തകളെ വെക്കുകയുള്ളൂ. അച്ഛൻ വളരെ ഗൗരവക്കാരനാണ്, ഭൗതിക നിലവാരത്തിൽ ഉയർന്നവനാണ്, അതുകൊണ്ട് ഫുൾ ടൈം വാർത്തകളെ വയ്ക്കത്തുള്ളൂ. യാഥാസ്ഥിക കുടുംബങ്ങളിൽ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്ക് അടുക്കള ഭരണം കൈമാറുന്ന സമയത്ത് അമ്മായിയമ്മ പറഞ്ഞേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛന് രാവിലെ പത്രത്തിനൊപ്പം ചായ നിർബന്ധമാണ്. അച്ഛൻ എന്ന് പറയുന്നത് ഈ ചെങ്ങായിയുടെ ഭർത്താവിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടി വിചാരിക്കുകയാണ് പത്രമൊക്കെ വായിക്കുന്നത് ഭൗതിക നിലവാരം ഉയർന്ന ആളുകളാണ്, നമ്മുടെ നാട്ടിലെ വാർത്തകൾ വായിക്കുന്ന ആ ഒരു മഹാന് ഒരു ചായ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിങ്ങനെ കാലങ്ങളായിട്ടങ്ങ് തുടരുകയാണ്. ഈ അച്ഛന്റെ സ്ഥാനത്തിലേക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം ഭർത്താവ് കയറി വരുന്നു. അദ്ദേഹം ഒരു അച്ഛനാവുന്ന സമയത്ത് ഈ ഒരു ചായ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ഒരു പത്രവും ചായയും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാളികൾക്ക് എന്നും ഒരു കൂടപ്പുറപ്പൊക്കെ തന്നെയാണ്. പ്രൈം ടൈം ന്യൂസ് ചാനലുകൾക്കും സീരിയലുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ഒരു വീട്ടിൽ ഒരു ടി വിയെ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളൂ. ആ ഒരു സമയത്ത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ ജനങ്ങളെ ശകാരിച്ച് ഓടിച്ചു വിട്ട് ഈ വാർത്ത കാണാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബഹുമാനം ഇനിയുള്ള കാലത്ത് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വാർത്തയുടെ അവതരണ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. വാർത്തകൾ അവർ ടെലികാസ്റ്റ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട്. ന്യൂസ് പെർഫോമൻസുകൾ എന്ന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. ആ ഒരു പെർഫോമൻസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീരിയലുകളെക്കാട്ടിലും വളരെയധികം നിലവാര തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന ഒരുതരം പെർഫോമൻസുകളാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാധ്യമങ്ങളിൽ ചിലർ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ദ്വയാർത്ഥ പ്രയോഗം. സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അരുൺ കുമാർ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരിക്കുന്നു. എന്താണ് ഇത്ര പ്രശ്നകരമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഈ ഒരു പ്രയോഗം അടങ്ങിയിട്ടുള്ള ആ ഒരു മാധ്യമ വാർത്താ സൃഷ്ടി അവർ ചാനലിൽ നിന്നിട്ട് നൈസായിട്ട് അൺലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷേ റെഡിറ്റിൽ ചില സുഹൃത്തുക്കൾ ഷെയർ ചെയ്തത് എനിക്ക് കിട്ടി. അത് കണ്ട സമയത്ത് മനസ്സിലായ ഒരു സംഗതി എന്ന് പറയുന്നത് സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് എത്തിയ റിപ്പോർട്ടറിന്റെ മാധ്യമപ്രവർത്തകർക്ക് ഒരു കുസൃതി തോന്നി. അവിടെ മണവാട്ടിയായിട്ട് ഒരുങ്ങിയ ഒരു പെൺകുട്ടി, ഇപ്പോൾ നിയമത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ മൈനറാണ്, അതിപ്പോൾ കലോത്സവ വേദിയാണ് എന്നുണ്ടെങ്കിലും മണവാട്ടിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുട്ടികളുടെ ഇടമാവുന്ന സമയത്ത്, അതേപോലെ തന്നെ പ്രായം കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്കൂൾ കുട്ടികളാവുന്ന സമയത്ത് മൈനറാണ്. അപ്പോൾ ആ ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിയെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു റീല് പോലുള്ള ഒരു സംഭവം ഉണ്ടാക്കുക. അപ്പോൾ അതിൽ അവരൊരു മേമ്പൊടിയായിട്ട് ഒരു പ്രണയത്തിന്റെ ചില സംഭവങ്ങളൊക്കെ ഒന്ന് ചാലിച്ചു കൊടുത്തു. പെൺകുട്ടി മൈനർ ആയതുകൊണ്ട് തന്നെ സംഭവം കയ്യിൽ നിന്നില്ല. അത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്ന രീതിയിലേക്ക് വന്നു. എങ്ങനെയെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കാനായിട്ടുള്ള ആ ഒരു തത്രപ്പാടിൽ അവരുടെ തന്നെ റിപ്പോർട്ടറെ ആ ഒരു മണവാട്ടിക്കൊപ്പം ഒരു സാങ്കല്പിക മണവാളനായിട്ടൊക്കെ ചിത്രീകരിക്കാനായിട്ടുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് വലിയ പ്രശ്നത്തിലേക്ക് പോയത്, വലിയ വിമർശനങ്ങളിലേക്ക് പോയത്. ഇത് വിമർശനത്തിൽ മാത്രം ഒതുങ്ങത്തില്ല, അതൊരു കേസായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു റീല് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ചില ഭാഗങ്ങൾ ബ്ലർ ചെയ്ത് ഒന്ന് പ്ലേ ചെയ്യാം. അതിൽ ഈ പാട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ കുട്ടിക്കും താങ്കൾക്കും ഷഹബാസിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. എന്താ പേര്? എവിടുന്ന വരുന്നേ? കോസ്റ്റ്യൂം അടിപൊളിയായിട്ട്. ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളിൽ പലരും മൈനറൊക്കെ ആണല്ലോ, അവർ ആ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഇതുപോലുള്ള രംഗങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, എന്താണ് അത്ര പ്രശ്നമായിട്ട് വരാത്തത്? അവിടെ നമ്മൾ ഈ സാഹചര്യം ഒന്ന് കൺസിഡർ ചെയ്യണം. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വന്ന സ്കൂൾ കുട്ടിയാണ്. അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അവസരം കൊടുക്കുന്നത് പോലെ അദ്ദേഹം പിന്നീട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല ഒരു മാധ്യമ സ്ഥാപനം ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആർഗ്യൂ ചെയ്യാം, ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കുട്ടിയുടെ കൺസെൻറ്റോടെ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ റിട്ടേൺ എഗ്രിമെൻറ്റോടെ ചെയ്ത ഒരു പരിപാടിയാണ് എന്നുള്ളത് ആണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ മൈനറായിട്ടുള്ള കുട്ടിക്ക് നേരിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. കുട്ടിയുടെ ഗാർഡിയൻ പേരൻസ് ഒക്കെ ആ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടി വരും. അതൊന്നും ഇല്ലാതുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പ്രശ്നമായി മാറുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു വാർത്താ മാധ്യമത്തിന് ജേർണലിസ്റ്റുകൾക്ക് ചില പരിമിതികളുണ്ട്, ചില പരിധികളൊക്കെ ഉണ്ട്. അവരൊരു വാർത്തയുടെ ഭാഗമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് അതിനെ ഒരു ക്രിയേറ്റീവ് ആർട്ട് വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിലെ വീഡിയോ ക്ലിപ്പുകൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് വാർത്തയാണ്, അതൊരു ക്രിയേറ്റീവ് വർക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാർത്താ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് അത് ആഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഒന്നും സാധാരണയായിട്ട് നൽകുക പതിവില്ല. നൽകി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ആർഗ്യൂ ചെയ്യാനായിട്ടും പറ്റും. ദ്വയാർത്ഥ പ്രയോഗം എന്നൊരു
പരാമർശം നമ്മൾ വാർത്തകളിൽ കണ്ടു. എന്താണ് ആ ഒരു ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളൊരു ഡൗട്ട് ആളുകൾക്കുണ്ടാവും. വേറെ എന്തെങ്കിലും പ്രയോഗം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ഒരു റോങ്ഫുൾ ഇന്റൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു ജേർണലിസ്റ്റ്, അവിടെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്, ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ചില സംഭാഷണങ്ങൾ. അപ്പോൾ അതിൽ ഒരു കുട്ടിയോട് ഒരു കലോത്സവ വേദിയിൽ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട വേദിയിൽ കാണിക്കരുതാത്ത ഒരു സമീപനം, അപ്പോൾ അതിനെയായിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ നിയമ അവബോധത്തിൻ്റെ പരിമിതി കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ പെർഫോമൻസ് ബേസ്ഡ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിലും ബാലാവകാശ കമ്മീഷൻ്റെ മുൻപിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആവേണ്ടതാണ്. കഴിഞ്ഞ ദിവസം Q&A വീഡിയോയുടെ ഭാഗമായി ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നു. ഒരു പ്രേക്ഷക ചോദിച്ചതാണ് മാധ്യമപ്രവർത്തനം പഠിക്കുന്നതിൻ്റെ സ്കോപ്പ്. മാധ്യമപ്രവർത്തനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോട് അതിന് പോവുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിന് എപ്പോഴും എല്ലാ മേഖലകളെയും പോലെ തന്നെ സ്കോപ്പൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെ മാത്രം കണ്ടിട്ടുള്ള ഒരു പഠനം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പ്രൊഫഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ശരിക്കും ചെയ്യുന്നത് വലിയ കാര്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമൊന്നുമല്ല. നമ്മുടെ അയലോകത്തുള്ള ആളുകളുടെ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, അവിടുന്ന് പോയി അന്വേഷിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഇതുപോലെയുള്ള ചില പെർഫോമൻസുകളൊക്കെയാണ് അവർ കാഴ്ചവെക്കുന്നത്. അവർ പുതിയൊരു വലിയ അന്വേഷണം ഒന്നും കൊണ്ടുവരുന്നില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അതേപോലെ തന്നെ റിസർച്ച് ബേസ്ഡ് ജേർണലിസം, അതിനൊന്നും ഈ ഒരു പ്രാദേശികമായിട്ട് ഒതുങ്ങി നിൽക്കുമ്പോൾ വലിയ സാധ്യതയൊന്നുമില്ല. അത്യാവശ്യം പാഷനൊക്കെ ഉള്ള ജേർണലിസ്റ്റുകൾ നാഷണൽ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഇഷ്ടംപോലെ ആളുകളുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ജേർണലിസം ഫീൽഡിലുണ്ട്. നമ്മൾ അവരുടെ തന്നെ നിലവാര തകർച്ചയെ കുറിച്ചിട്ടാണ് പലപ്പോഴും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കും അങ്ങനെ ആവേണ്ടി വരുന്നത് ആ ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. ധ്രുവ് റാഡിയൊക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മളിവിടെ ഇടയ്ക്കെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ന്യൂസ് ലോണ്ട്രി, ന്യൂസ് മിനിറ്റ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നിട്ടാണ്. ഇപ്പോൾ ന്യൂസ് ലോണ്ട്രി പോലെയുള്ള വെബ്സൈറ്റുകൾ അവരുടെ ജേർണലിസം ഇനീഷ്യേറ്റീവ് ഒക്കെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്? ഇതിനോട് താല്പര്യമുള്ള സാധാരണ ജനം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസിൽ നിന്നിട്ടാണ് അവർ ജേർണലിസം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ജേർണലിസത്തെ നോക്കിക്കാണാനായിട്ട് ആളുകളും റെഡിയല്ല. പരസ്യങ്ങളിൽ നിന്നിട്ടാണ് അവർ അവരുടെ ഉപജീവനം കണ്ടെത്തുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഒത്തിരിയധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് മതങ്ങൾക്കും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ബിസിനസ്സുകാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പ്രൊപ്പഗാൻഡകൾ ഉണ്ടാവും, അജണ്ടകളൊക്കെ ഉണ്ടാവും. ഇവിടെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്. ഇതിന് കുറേയധികം രസകരമായിട്ടുള്ള മീനിങ്ങുകളുണ്ട്. നമസ്കാരം. ഹണിറോസും ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള വിഷയം എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു. പക്ഷേ ബോബിയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ മറന്നുപോയ ഒരു കാര്യമാണ്. കുറെ കുഞ്ഞുങ്ങളുണ്ട്, കുറെ കുട്ടികൾ കലോത്സവ വേദിയിൽ ഇന്ന് കപ്പടിച്ചു. വലിയ ചരിത്രമായി മാറേണ്ട ഒരു വലിയ വാർത്ത ചില മാധ്യമങ്ങൾ ആഘോഷമാക്കിയില്ല. അവരെല്ലാം ലൈവിലായിരുന്നു. ബോബി ചെമ്മണ്ണൂരെ അറസ്റ്റ് ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ട വലിയൊരു വാർത്ത. കാരണം തീർച്ചയായിട്ടും ഹണിറോസുമായിട്ട് ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ തീർച്ചയായിട്ടും നിലപാടുകൾ വളരെ ശക്തി തന്നെയാണ്. എങ്കിൽ തന്നെയും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, രാവിലെ തൊട്ട് ഈവനിങ്ങിൽ വരെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട വാർത്തയായിരുന്നു ഇത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ 24 കാണിച്ചു, 24 കലോത്സവ വേദി കാണിച്ചു. എങ്കിൽ തന്നെയും ഒരു നാണംകെട്ട നാറിയ പരിപാടി. റിപ്പോർട്ടർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഹണിറോസുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ വന്നതെങ്കിലും എനിക്ക് ഏറ്റവും വിരോധാഭാസമായി തോന്നിയ ഒരു കാര്യം, ബോബി ചെയ്തത് ഒരിക്കലും ന്യായീകരിച്ചുകൊണ്ട് പറയുകയല്ല, എങ്കിൽ തന്നെ ഏറ്റവും വിരോധാഭാസമായ ഒരു കാര്യമാണ്. അതെ, ഹണിറോസിന്റെ അധിക്ഷേപ പരാതി ഭയങ്കര ലൈവാണ് കേട്ടോ, ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവന്മാർ കാണിച്ച ഒരു തെണ്ടിത്തരം നോക്കി. അവിടെയും ബോബി ബോച്ചയുടെ പരസ്യമാണ് കേട്ടോ. ഈ പരസ്യം മേടിക്കുന്ന ഈ റിപ്പോർട്ടർ ചാനലുകാരോട് ചോദിക്കുന്നത് ആ സമയത്തെങ്കിലും ഇയാൾക്കെതിരായിട്ട് ഒരു വാർത്തയില്ലേ ചെയ്തൊന്നും ന്യായമെന്ന് പറയുന്നത്, ആ സമയത്തെങ്കിലും ഇത് ഈ മുന്നോട്ടിരിക്കുന്ന ബോച്ചയുടെ പരസ്യം ഒന്ന് ഒഴിവാക്കിക്കൂടെ? കാശും വേണം, തന്തയ്ക്കവർക്കായി കാണിക്കാൻ ചെയ്യുന്ന അവസ്ഥ. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ് ചാനൽ അതല്ലെങ്കിൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഇപ്പോഴും ഞാൻ പറയുന്ന ആ സ്ത്രീ എന്താ പറയാ, ഈ തേൻ പൂവ്, തേൻ റോസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി, എനിക്ക് ഒരു പേര് പറയാൻ ഭയമാണ് കേട്ടോ. ആ പെൺകുട്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പറയുന്ന സാധ്യതകളെ വിൽക്കുകയല്ലേ. കാണാൻ ആളുള്ളോടത്തല്ലേ കാഴ്ചക്കാരുണ്ടാവത്തുള്ളൂ. അതിന്റെ പേരിൽ എല്ലാവരും ആരും ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചാനലുകാർ കാണിക്കുന്ന ഈ പറക്കായ വളരെ മോശം തന്നെയാണ്. ഇയാൾക്കെതിരെയുള്ള ഹണിറോസിന്റെ അധിക്ഷേപം ബോബി ചെമ്മണ്ണൂരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കണം കേട്ടോ, നോക്കി എന്തൊരു വിരോധാഭാസമാണ് അല്ലേ.
പൈസ വേണമെന്നേ, പൈസ ഇല്ലാതെ ഈ സാധനം ഒന്നും ഓടത്തില്ല. മരം വെട്ടും മുതലാളിയുടെ ചാനല് ഓടാൻ പറ്റത്തില്ല, ശമ്പളം കൊടുക്കണ്ടേ, എന്തൊക്കെ പറഞ്ഞാലും ഈ പരസ്യം കേട്ടോ അവർക്ക്. ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ കേട്ടോ. ഏതായാലും ശക്തമായ നിലപാടുകളുമായിട്ട് പ്രിയപ്പെട്ട സഹോദരി ഹണി റോസ് പോകട്ടെ, ബോബിയുടെ വഴിക്ക് പോട്ടെ. എല്ലാവരും നന്മകൾ. ഒരു ദിവസം കൊണ്ട് ഈ വിഷയം തീർന്നു. നമ്മുടെ അടുത്ത വിഷയമായിട്ട് ഈ ചാനലുകാർ അടുത്ത വാർത്തകളുമായിട്ട് പോകും. പക്ഷെ പണമുള്ളവന്റെ പക്ഷം പിടിക്കാനായിട്ടും അവന്റെ വോയിസ് ആവാൻ വേണ്ടി പല ആളുകളും രംഗപ്രവേശനം ചെയ്യും. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം രസകരം എന്ന രീതിയിൽ നമ്മളെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ. അദ്ദേഹത്തെ സംബന്ധിച്ച് മാധ്യമധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യം കൊടുക്കുന്ന ആൾക്കെതിരെ വീഡിയോ ചെയ്യുന്നത് മഹാമോശം തന്നെയാണ്. എന്ത് മോശമായിട്ടുള്ള ആക്ട് ചെയ്താലും പരസ്യം തരുന്നവൻ ആരാണോ അവനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതാണ് മാധ്യമധർമ്മം. ഇദ്ദേഹം വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ യോജിക്കുന്നു എന്നുണ്ടെങ്കിലും ഇതെന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു മാധ്യമ സ്ഥാപനം, ഒരു ചാനൽ, അവരുടെ ഒരു സ്ലോട്ട്, ആ ഒരു സ്ലോട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്പേസ്, അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ആളുകൾ, ആ ഒരു ആളുകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതൊരു കമ്പനിയാണ്, ഒരു പ്രൊഡക്റ്റാണ്, ഒരു സർവീസാണ്. ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള പരസ്യമല്ല, ഒരു കമ്പനിയെ കുറിച്ചിട്ടും ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ള പരസ്യമാണ്. അവിടെ വേറെ കുറേയധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ വന്ന ഒരു കേസിന്റെ ഭാഗമായിട്ട് അവർക്ക് ആ ഒരു പരസ്യം സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കമ്പനിയിൽ നിന്നിട്ട് ഒരു രേഖ ഇങ്ങടേക്ക് വരണം. ഇവര് ഒരു വാർത്ത വരുന്ന സമയത്ത് ഇവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, ഇവർ ആ ഒരു കോൺട്രാക്ടിന് വിരുദ്ധമായിട്ട് പരസ്യം കൊടുക്കാതിരുന്നാൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ കുറേയധികം ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള വാർത്താ സമീപനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കണ്ട വ്യക്തിയെ പോലുള്ള ആളുകൾക്കൊക്കെ. മാധ്യമങ്ങളുടെ മാറുന്ന ഈ രീതിയെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞ വ്യക്തി ബാബു രാമേന്ദ്രനാണ്. അദ്ദേഹം ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് പ്ലേ ചെയ്യാം. ആകാശവാണി ദൂരദർശനോട് വരുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചു. ദൂരദർശൻ ഉണ്ടായിരുന്നിടത്ത്, ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്ന് ദൂരദർശൻ മൾട്ടിപ്പിൾ ചാനൽസ് വന്നു. 94 ഏഷ്യാനെറ്റ് വന്നു, വാർത്തകൾ വായിച്ചു തുടങ്ങി. ഏഷ്യാനെറ്റ് പ്രൈവറ്റ് ആയിട്ട് തുടങ്ങി. പിന്നീട് ഇന്ത്യ വിഷൻ വരുന്നു, മറ്റൊരു വരുന്നു. അപ്പം ഏഷ്യാനെറ്റിന്റെ കൂടെ സൂര്യ മറ്റു ചാനലുകളൊക്കെ വാർത്ത വായിക്കുന്നു. അപ്പോഴൊക്കെ ഒരു രീതിയാണ്, ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് അതൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യ വിഷൻ വന്നാൽ ചെറുതായിട്ട് ലൈവിലേക്ക് ചായ തുടങ്ങി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പിന്നീട് വന്ന ഏറ്റവും അവസാനമായിട്ട് 24 ന്യൂസ് വന്ന സമയത്ത് 24 ആണ് ആദ്യമായിട്ട് മൊത്തം കൺവെൻഷൻ ബ്രേക്ക് ചെയ്യുന്നത്. രാവിലെ മോർണിംഗ് ഷോ തുടങ്ങുന്നു. 24 ന്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ സാർ ചെയ്തതെന്ന് വെച്ചാൽ അതുവരെ നമ്മൾ ന്യൂസ് റീഡിംഗ് മാത്രം നടത്തുന്നു. ന്യൂസ് പെർഫോമൻസിലോട്ട് പുള്ളി കൊണ്ടുപോയി. അതൊരു മാറ്റമാണ്. അത് സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്ന മാറ്റമായതുകൊണ്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. 24 കൂടുതൽ പ്രചാരമാകാലത്ത് കിട്ടുന്നത്. നമ്മൾ ഏഷ്യൻ പ്രസൊക്കെ ആ വഴിക്ക് പെർഫോമൻസിലേക്കൊക്കെ പോകുന്നു. പിന്നീടാണ് AR VR സങ്കേതങ്ങൾ വരുന്നു. ന്യൂസ് പെർഫോമൻസിന്റെ എല്ലാവിധ സാധ്യതകളും പരിശോധിക്കുന്നു. അവർ ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്താൽ അതിന് റെസ്പോണ്ട് ചെയ്ത് ഇപ്പുറത്ത് വേറെ കാര്യം ചെയ്യുന്നു. വിസ്മയങ്ങൾ ആളുകൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അതുവരെയും കാര്യങ്ങൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ന്യൂസ് കുറച്ചുകൂടി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അപ്പോഴും ന്യൂസും പറഞ്ഞ പാക്കേജും എല്ലാം ഉണ്ടായിരുന്നു, ബുള്ളറ്റിനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാറ്റമാണ്, ഇപ്പം 24 നേഷൻ റിപ്പോർട്ടർ വന്ന ശേഷം ഉണ്ടായ മാറ്റമാണ്. ഇപ്പൊ ന്യൂസ് റീഡിംഗ്, ന്യൂസ് പെർഫോമൻസ്, ഏറ്റവും അവസാനം വന്ന സാധനം ന്യൂസ് കാർണിവലാണ്. അത് നിന്ന് ഒരു സർക്കസ് ലെവലിലോട്ട് സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്താ പറയാ, ഇവന്റ് ബേസ്ഡ്, ഈ പറഞ്ഞ ഇവന്റ് ബേസ്ഡ് ആണ്. ആ ഇവന്റിന്റെ സൈറ്റിൽ പോയിട്ട് പരമാവധി പെർഫോമൻസ്, കാർണിവൽ അതൊക്കെ ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡുകൾ തന്നെ അവിടെ നമ്മളിപ്പോൾ ഡിബേറ്റ് കോമ്പറ്റീഷനൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നീ 4 പറ, പിന്നെ നീ എഗൻസ്റ്റ് പറ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈവനിങ് ബീറ്റ് എഡിറ്റേഴ്സ് പ്രോഗ്രാമിലൊക്കെ സംഭവിക്കുന്നത് ആദ്യം ഒരു സ്പഷ്ടം പിടിച്ചു. അത് മനപ്പൂർവ്വം നമ്മൾ WWE പറയുമ്പോൾ ഇവിടുന്ന് ഒരാളൊന്നും അവിടെ ഇരിക്കും. ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് മറ്റു സ്ക്രിപ്റ്റഡ് എന്നല്ല, സ്റ്റാൻഡ് ഓൾറെഡി അസൈൻഡ് ആണ് അതിനകത്ത്. അപ്പൊ അത് ഇപ്പം ഒരാൾ സംസാരിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണെന്ന് കാണുന്നത് ആദ്യമേ അറിയാം, എക്സ്പെക്ട് ചെയ്യുന്നു ആ പക്ഷത്തിന്റെ ആളാണ്. പക്ഷെ അത് വിജയിച്ച തന്ത്രമാണ്. ആളുകൾക്ക് ഇഷ്ടമാണെന്നുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തി മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അവർ ചുമ്മാ ഒരു വർഷം പിടിച്ച് പറയല്ല. നല്ലതിനോ ചീത്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. നല്ലതാണെങ്കിൽ നിലനിൽക്കും, ചീത്തതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാലം തന്നെ വിഴുങ്ങും. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു സാധനത്തിന് പോപ്പുലാരിറ്റി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റു ചാനലുകൾ സ്വാഭാവികമായിട്ട് പിന്നാലെ പോകും, മുന്നേ ഗമിക്കുന്ന പോയിന്റ് പിന്നെ പോകും. അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ കണ്ടന്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. കാരണം നമുക്ക് എത്തിക്സ് ആലോചിക്കണ്ട. റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട്. വളരെ രസകരമാണ്. പക്ഷെ പണ്ടത്തേതുപോലെ പ്രൈം ടൈമിൽ സീരിയൽ കാണുന്ന ആളുകളോട് ഇതൊക്കെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ വാർത്ത കാണട്ടെ എന്ന് പറഞ്ഞ് റിമോട്ട് വാങ്ങി വെക്കാൻ പറ്റുന്ന പരിപാടിയല്ല. ആ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും നമ്മളോട് ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത്തരത്തിൽ കാർണിവൽ നടത്തുന്നതിനിടയിൽ, സർക്കസ് നടത്തുന്നതിനിടയിൽ പെട്ടുപോയ ഒരു മാധ്യമപ്രവർത്തകന്റെ ദുരനുഭവമാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പ്ലേ ചെയ്തത്. ഇൻഡിപെൻഡന്റ് ജേർണലിസം അല്ലെങ്കിൽ കണ്ടന്റ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ലാത്ത ആളുകൾ, മാധ്യമപ്രവർത്തകർ, ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സ്വീകരിക്കുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം അഭിലാഷ് എന്ന മാധ്യമപ്രവർത്തകൻ, നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന അദ്ദേഹം, ഈ ഒരു മാറ്റത്തെ അംഗീകരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റുകളാണ്. അറിയാനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇവന്റ് സ്വഭാവത്തിലേക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഓൺ ഡിമാൻഡ് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിതരണം ചെയ്യുന്ന ഏജൻസിയായി നിന്നാൽ അതിലേക്ക് വ്യൂവർഷിപ്പ് വരില്ല. ആളുകൾ ടെലിവിഷൻ വെക്കുന്നത് ഇതെന്തപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്,
എന്നറിയാനാണ്, അപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അറിയാനാണ്. അപ്പൊ ഈ പറഞ്ഞ ഇവന്റ് സ്വഭാവത്തിലേക്ക് വരുന്നത് അത് ഇതിന്റെ ഒരു സ്വാഭാവിക പരിണാമമാണ്. അത് നമുക്ക് അതിനെ മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം വേറെ തരത്തിൽ മാധ്യമങ്ങൾ പഴയതുപോലെ അല്ലല്ലോ. പണ്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് ടെലിവിഷൻ ചാനലായിട്ട് ഇന്ത്യ വിഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു പാറ്റേണേ അല്ല. ഈവൻ ആ സമയത്ത് തന്നെ ഇന്ത്യ വിഷൻ ആ ഒരു ഇവന്റ് മോഡലിൽ തന്നെയായിരുന്നു വന്നതെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ നമുക്കതല്ലാതെ ഇപ്പോൾ വേറൊരു തരം ഫോർമാറ്റ് ഇവോൾവ് ചെയ്ത് വരിക എന്നുള്ളത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്തരമുള്ള കണ്ടന്റിന് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഇല്ലേ ഓൾറെഡി. അനുകരണീയമോ അല്ലാത്തതോ എന്നുള്ളതല്ല, അതിനാണ് ആളുകൾ ടെലിവിഷൻ കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. അതേസമയം ക്വാളിറ്റി ജേർണലിസം അതിന്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മാത്രമായിട്ട് ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതല്ലാത്ത സ്ലോട്ടുകളും ടി വിയിലുണ്ട്. പക്ഷേ ടെലിവിഷൻ മുഖ്യമായിട്ടും ഐബോൾസ് ഗ്രാബ് ചെയ്യുക വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങൾ കാണാൻ വേണ്ടി പണം മുടക്കേണ്ട ഒരു ആവശ്യമുണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ പല ആളുകളും ആ ഒരു ചാനൽ കാണില്ല എന്ന് വയ്ക്കത്തേ ഉള്ളൂ. എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓൺ ഡിമാൻഡ് കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. വാർത്താ മാധ്യമങ്ങൾക്ക് വലിയൊരു ചലഞ്ച് ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു കറന്റ് ഇവന്റുകളെ മാക്സിമം മാർക്കറ്റ് ചെയ്യും, അതിനെ സെല്ല് ചെയ്യും. അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ടേക്ക് പോകുന്നത്. പണ്ടത്തെ ഇതുപോലെയല്ല. പരസ്യങ്ങൾക്ക് പോലും മാർക്കറ്റിംഗ് വിഭാഗം കാര്യമായിട്ട് തന്നെ പണിയെടുക്കേണ്ടി വരും. കാരണം കമ്പനികൾക്ക്, അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾക്ക്, സർവീസുകൾക്ക്, വ്യക്തികൾക്ക് വേറെ ഇഷ്ടം പോലെ പരസ്യ മാധ്യമങ്ങളുണ്ട്, ചെലവ് കുറഞ്ഞ രീതിയിൽ. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ ഇത്തരത്തിലുള്ള സർക്കസുകളിലേക്കും പെർഫോമൻസുകളിലേക്കും പോവേണ്ടി വരിക സ്വാഭാവികമാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ കാണിക്കേണ്ട മിനിമം മര്യാദയിൽ നിന്നിട്ട്, എത്തിക്സിൽ നിന്നിട്ട്, മാനേഴ്സിൽ നിന്നിട്ട് മാറി നിന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ മതി. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു സ്ട്രഗിളിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരം വീഡിയോ ചെയ്താൽ മതി. അതാണ് ഓൺ ഡിമാൻഡ് കണ്ടന്റുകൾ. മറ്റുള്ളവർക്ക്, ചാനലുകൾക്ക് അങ്ങനെയല്ല. അവർക്കത് ചെയ്തേ മതിയാവൂ, അവർക്കത് റൺ ചെയ്തുകൊണ്ട് പോവേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആഡ് കൊടുത്തേ മതിയാവത്തുള്ളൂ. അന്നത്തെ ദിവസത്തെ ചെലവുകൾ ആര് വഹിക്കും? അതിന് സ്പോൺസേഴ്സ് ഇല്ലല്ലോ. തനിക്ക് ലാഭമില്ലാതെ ടെലിവിഷൻ ചാനലിൽ ആരും ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ കുറേ വ്യത്യസ്തമായിട്ടുള്ള ജേർണലിസം ഇനീഷ്യേറ്റീവുകളൊക്കെ വരുന്നുണ്ട്. ന്യൂസ് ലോണ്ടറിയൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പക്ഷെ ആര് കൊടുക്കും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പ്രേക്ഷകർ കാശ് കൊടുത്തിട്ട് എന്താ പറയുന്നത്, വാർത്ത കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കേൾക്കാനായിട്ടോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പത്രം തന്നെ വില കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വലിയ ചിലവായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് പല ആളുകളും നിർത്തും. അതിലും കാര്യമായിട്ട് തന്നെ പരസ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ അവർക്കത് കൊടുക്കാൻ പറ്റുന്നത്. പത്രങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം. ആ ഒരു പത്രത്തിൻ്റെ പ്രിന്റിംഗ് കോസ്റ്റ് പോലും നിങ്ങൾ കൊടുക്കുന്ന പണത്തിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പരസ്യങ്ങൾ, അവിടെ കിട്ടുന്ന പരസ്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു പേപ്പർ വീട്ടിലെത്തിച്ചു തരുന്നത്. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.